എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണക്കമീൻ വീണ്ടും നമ്മൾ ഉപ്പിട്ട് വറക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് വെറുതെ അല്ല കേട്ടോ. ശരിക്കും ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണക്കമീൻ്റെ അകത്തുള്ള ഫുൾ ഉപ്പും മാറിയിട്ട് പച്ചമീൻ പോലെ തന്നെ നമുക്കാവും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കമത്തിയാണ്. ഉണക്കമത്തി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഉണക്കമീൻ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ചെതുമ്പലുള്ള മീനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ചെതുമ്പലൊക്കെ കളയണം. ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന സമയത്ത് ചെതുമ്പൽ കളയാണെങ്കിൽ പോവില്ല. അതുകൊണ്ട് തന്നെ തലയും ബാക്കി വേസ്റ്റും ഒക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് പോയി കിട്ടും. ഇതേപോലെ ചെതുമ്പലെല്ലാം മാറ്റിക്കളയുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. സാധാരണ നോർമൽ വെള്ളമാണിത്, ചൂടുവെള്ളമൊന്നുമല്ല. അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ, മീനിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഉപ്പ്, അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കളയും. ഉള്ളിലേക്ക് എന്തായാലും പിടിച്ച ഉപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഉപ്പ് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ഇളക്കി ഉരച്ച് കഴുകിക്കളയണം. കഴുകി കളഞ്ഞതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതേപോലെ മീൻ നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതാണ് ക്രിസ്റ്റൽ സാൾട്ട്, നമ്മുടെ കല്ലുപ്പില്ലേ, സാധാരണ കല്ലുപ്പ്. ആ കല്ലുപ്പ് കുറച്ചിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത്ര അളവെന്നുള്ള ഏകദേശം 1 സ്പൂണോളം ഉപ്പ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൈ കൊണ്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ശീലമായതുകൊണ്ട് കറക്റ്റ് എനിക്ക് അളവ് പറയാറില്ല. ഇപ്പം ഞാനകത്ത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഇതാണ് അളവ്. അപ്പോൾ അത്രയും കല്ലുപ്പിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്, ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കണം. ഒരു 5 തൊട്ട് 7 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഫുൾ ഉപ്പും പോകും അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അത്രയും സമയം വയ്ക്കുമ്പം ഈ വെള്ളത്തിലിട്ട് ഉണക്കമീനായത് കാരണം ചിലപ്പോൾ ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ രാത്രിയിൽ വയ്ക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ആ വെള്ളം എടുത്ത് ഊറ്റിക്കളഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുള്ളൻ മീനും കൂടി അങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെതുമ്പലൊന്നും ഇല്ലാത്ത മീനാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ തലയും അതിൻ്റെ ആ കുടലും ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ മുകളിലുള്ള ഉപ്പൊക്കെ ഞാൻ കൈവച്ച് നല്ലോണം കഴുകി കളഞ്ഞിട്ട് കല്ലുപ്പിട്ടിട്ട് ഇതേപോലെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് ചെതുമ്പലൊന്നും ഇല്ലാത്ത മീനാണ്. ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞെടുക്കൽ ഒരു പ്രോസസ്സിംഗ് ആണ്. പക്ഷേ ഇങ്ങനത്തെ മീനാണെങ്കിലും അതേപോലെ കഷ്ണമീനില്ലേ, സ്രാവ്, അതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് കഴുകിയിട്ട് ഉപ്പിട്ട് ഇതുപോലെ ഇട്ട് അടച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം ഞാൻ രാത്രി മൊത്തം വെച്ചതിന് ശേഷം നമ്മുടെ മീൻ റെഡിയായി, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് സമയം ആ വെള്ളത്തിൽ കിടന്ന കാരണം ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തു. എന്തെങ്കിലും കുറേ സമയം വെള്ളത്തിൽ കിടന്നല്ലോ, എന്തെങ്കിലും സ്മെല്ല് ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് അതേപോലെ ഫ്രൈ ചെയ്ത് വയ്ക്കുക. അതായത് ചിലപ്പം ചില ആൾക്കാർ മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും ഇടാണ്ട് വെറുതെ മീൻ ഫ്രൈ ചെയ്യും. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്താണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് ഈ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുള്ളൻ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും ഉപ്പുണ്ടാവില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ മീനൊക്കെ പച്ചമീനൊക്കെ ഫ്രൈ ചെയ്യില്ല, അതേപോലെ കുറച്ച് ഉപ്പും, എനിക്ക് ഇത്തിരി ഉപ്പ് വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പാകത്തിനിട്ടതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഉപ്പൊന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഉണക്കമീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇനി ഉണക്കമീൻ കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് കംപ്ലീറ്റ് നീക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണക്കമീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവരൊക്കെ അറിയട്ടെ, ഉണക്കമീൻ ഉപ്പില്ലാണ്ട് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye-bye.